Hello viewers, welcome back to WinTrader. ഇന്നത്തെ WinTrader വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് 12 ഒക്ടോബർ ആണ്. അപ്പോൾ ഞാൻ ഇപ്പം ഏകദേശം 12 കാലമായി. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ നമുക്ക് വന്ന ബൈ കൺഫേം അല്ലായിരുന്നേ. ബൈ വന്നിട്ട് താഴെ ബാർ കൺഫർമേഷൻ ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സെല്ല് വന്നത് പക്ഷേ ഇത് റിവേഴ്സ് അടിച്ച് പോയി. അപ്പം നമുക്ക് ഒരു സിഗ്നൽ കൺഫേം ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു 80 to 90% അക്യുറസി അവിടെ എന്തായാലും നമുക്ക് കിട്ടും. ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത് വന്ന ബൈസിക്കിളാണ്. ഈ ബൈസിക്കിൾ നമ്മൾ വന്ന് കൺഫേം ആയിരുന്നു. കാരണം താഴത്ത് ബാർ കൺഫർമേഷൻ പ്രൈസ് ബൈ സോണും ബാർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വന്നതെന്ന് വെച്ചാൽ 17,041 വന്ന്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് വന്നെങ്കിൽ ഇപ്പോൾ 17,041 വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇന്തമണിയിലാണ്. ഇന്തമണിയിൽ നമ്മൾ 17,000 അല്ലെങ്കിൽ 16,900 കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് കോൾ ഓപ്ഷൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും 16,900 നമുക്ക് 186.10 ബൈ വന്ന 186.10 ബൈ വന്നത് 11:45 3 ടാർഗറ്റ് അടിച്ച്, അതായത് 186 ബൈ വന്ന ശേഷം 186.10 ബൈ വന്ന ശേഷം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 204.70 ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടാർഗറ്റ് 219.60, അത് കഴിഞ്ഞ് 234.50 നമുക്ക് തേർഡ് ടാർഗറ്റ്. ആ 3 ടാർഗറ്റ് അടിച്ച ശേഷം മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും മാർക്കറ്റ് കോളിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് 16,900 ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് എൻട്രിയിൽ നമ്മൾ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനത് ഓപ്പൺ, അതായത് ഞാൻ 12 വീഡിയോയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു റീ എൻട്രി കിട്ടിയിട്ടുണ്ട്. റീ എൻട്രി നമുക്ക് വന്നത് 232.90 നമുക്കൊരു റീ എൻട്രി പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ. റീ എൻട്രി എന്താണെന്നുള്ളത് ഇതിക്ക് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് എൻട്രിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം ഒരു സിഗ്നൽ ട്രെൻഡ് കണ്ടിന്യൂ ആണെങ്കിൽ ആ സിഗ്നൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ കണ്ടിന്യൂഷൻ വരുമ്പോഴാണ് സോഫ്റ്റ് നമുക്ക് റീ എൻട്രി പറഞ്ഞത്. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ് ആ ടൈമിൽ മാർക്കറ്റ് ഏത് ലെവലിലുള്ള ആ ലെവൽ അനുസരിച്ച് നമുക്കൊരു എൻട്രി പോയിന്റും കാണിച്ചു തരും, ഒരു എക്സിറ്റ് ലെവലും കാണിച്ചു തരും. അപ്പോൾ ഇതിനകത്ത് 232.90 12 കാലം നമുക്ക് ബൈ വന്ന് രണ്ടാമത് വന്ന ബൈ ആണ്, റീ എൻട്രി ആണ്. ഡയറക്റ്റ് എൻട്രി 186 വന്നത്, അത് 11:45 വന്നത്. അത് ഓൾറെഡി ടാർഗറ്റ് അടിച്ച് ഇത് പിന്നെ ബൈ കണ്ടിന്യൂ ആയിട്ടാണ് നമുക്ക് 256 ഒരു ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഇത് റീ എൻട്രിയുടെ ആണ്. ഇനിയിപ്പം ഇതിപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ആണ് എനിക്ക് കാണിച്ചത്. ബാങ്ക് നിഫ്റ്റിലെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്കൊരു ബൈ കൺഫേം ചെയ്ത്. ആ ബൈ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് ആ മാർക്കറ്റിൽ ഇപ്പോൾ 38,992 ആകുമ്പോൾ നമ്മൾ ഇന്ത മണിയിൽ 38,900 അല്ലെങ്കിൽ 38,800 കോൾ ഓപ്ഷൻ ബൈ സൈഡിൽ കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഈ നിഫ്റ്റി നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഡയറക്റ്റ് ഫ്യൂച്ചർ നോക്കി തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇതിനൊരു ഈസി വേയിലാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള ഈസി വേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്, ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇപ്പോൾ 17,041 നിഫ്റ്റിയിൽ ഫ്യൂച്ചറിനകത്ത് ബൈ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണ്, നിങ്ങൾ കൺഫേം ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ നേരെ ചെന്ന് ഇതിൻ്റെ 17,000 അല്ലെങ്കിൽ 16,900 ഓപ്ഷനാണ് നിങ്ങൾ ചെന്ന് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിൽ നോക്കി തന്നെ നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് സെപ്പറേറ്റ് ചാർട്ടുണ്ട്, സ്ട്രൈക്കിൻ്റെ സെപ്പറേറ്റ് ചാർട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഞാൻ 16,900 ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ അവിടെ കാണാൻ പറ്റും. ഏതിലാണ് നമ്മൾ ഏത് പ്രൈസിലാണ് നമ്മൾ അവിടെ അതിനകത്ത് എൻട്രി ചെയ്യേണ്ടത്, ഏതിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണമെന്നൊക്കെ ഡയറക്റ്റ് ആ ചാർട്ടിൽ തന്നെ നമുക്കത് കാണിച്ചു തരും. അപ്പം നമുക്കത് ഈസി മെത്തേഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് പറയാം. ഫ്യൂച്ചർ നമ്മൾ ഫോളോ ചെയ്യുക, നിങ്ങൾ ഓൺലി ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഫോളോ ചെയ്ത ശേഷം അതിന് ആ ട്രെൻഡ് നോക്കുക, സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുക, അതിൻ്റെ പ്രൈസ് നോക്കി നമുക്ക് ആ കൺഫർമേഷൻ കിട്ടുന്ന ആ പ്രൈസ് നോക്കി സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുക. നേരെ ചെന്ന് നമ്മുടെ സ്ട്രൈക്കിൻ്റെ ചാർട്ട് വീക്കിലി നമുക്ക് ഓപ്ഷൻസിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ഏത് സ്ട്രൈക്കാണ് വേണ്ട ആ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ആ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടുക. അതിൻ്റെ ഈസി മെത്തേഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഐഡിയ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ രണ്ടാമത് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കാം. ഡയറക്റ്റ് എൻട്രിയിൽ ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. 156 ബൈ വന്ന് 234.50 ടാർഗറ്റ് അടിച്ച് ഇപ്പോൾ ഒരു റീ എൻട്രി മാത്രമാണ്. ഈ റീ എൻട്രി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻസ്. അതായത് നിങ്ങൾക്ക് റീ എൻട്രി അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആ റീ എൻട്രി അവിടെ വിട്ടേക്കുക.
എന്നിട്ട് നേരെ നിഫ്റ്റി നോക്കുക. നിഫ്റ്റിയിൽ പിന്നെ രണ്ടാമതൊരു ട്രെൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ രണ്ടാമതൊരു എൻട്രി ചെയ്യാം. ആ മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് രണ്ടാമത് എൻട്രി ചെയ്യാം. റീ എൻട്രി വേണ്ടാത്ത, റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് എൻട്രി നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞ് ഇനി റീ എൻട്രി എടുക്കുന്ന റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വിട്ടേക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ലൈവിലാണ് കാണിക്കുന്നത്. ഇതിനകത്തൊരു പ്രിഡിക്ഷൻ ഇല്ല. ഇറ്റ്സ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം. ഞാൻ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ 100% മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാറില്ല, ഇൻക്ലൂഡിങ് നമ്മളൊരു കളത്തരം പറയുന്നില്ല. സോഫ്റ്റ്വെയർ ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു 80 to 90% ആക്യുറസി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. എസ്പെഷ്യലി ഓപ്ഷനിലാണ് ഇപ്പോൾ കൂടുതൽ ട്രേഡേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഒരിക്കലും വേസ്റ്റ് ആകില്ല. കാരണം അത് നമുക്ക് ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും. ഒരു 1-2 ഡേയ്സിനുള്ളിൽ, കാര്യം മാർക്കറ്റും കൂടെ നല്ല ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു 1-2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ അത് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഓഫീസ് വരുന്ന ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്കിത് കാണുകയും ചെയ്യാം. പിന്നെ ഡയറക്റ്റ് വന്നാലും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ സിസ്റ്റം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇൻസ്റ്റാളും ചെയ്ത് തരും. അല്ലാത്ത ആൾക്കാർക്ക് ഫുൾ ഓൺലൈൻ നമ്മളിതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, ഇൻസ്റ്റാളും ചെയ്ത് കൊടുക്കും, ഫുൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ഒഫീഷ്യൽ തന്നെയാണ് 9061973737. അതിനകത്ത് ഡയറക്റ്റ് കോൾ ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് ഇടാം. പിന്നെ ഈ വീഡിയോയുടെ താഴത്ത് എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് ലിങ്കിലോട്ട് വരാം. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ പേര് ഗംഗ എന്നാണ്, നമ്പർ ഞാൻ പറഞ്ഞ് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.